എത്ര വലിയ അപകടം പിടിച്ച ഒരു പ്രസംഗാണത്. ഇതിന് പകരം പറയാനാണ് നമ്മൾ അങ്ങടി മുകളിലെത്തുന്നത്. പക്ഷേ ശത്രുക്കൾ നമ്മളെ തടഞ്ഞു. ഹുദൈബിയ സന്ധി നമുക്ക് മാതൃകയാണ്. നമ്മൾ ക്ഷമിക്കുക, കിട്ടാവുന്നിടം നമ്മളിത് ചെയ്യുക. ഞാൻ ഭയങ്കര സന്തോഷവാനാണ്, അപാര സന്തോഷത്തിലാണ് ഞാനിന്ന്. എനിക്ക് ന്യൂമോണിയാണ് സുഹൃത്തുക്കളെ. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വരിക അങ്ങോട്ട് ഇതിനു വേണ്ടി. നാളെ പോയാൽ ചിലപ്പോൾ ഞാൻ കിടക്കേണ്ടി വരും. ഞാൻ പറയുന്നത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി. ഈ ഓഡിറ്റോറിയത്തിലേക്ക് മാറിയത് സോഷ്യൽ മീഡിയയിൽ ആയിരക്കണക്കിന് ആൾ കേൾക്കും. നാളെ ഇതിന്റെ ക്ലിപ്പ് പുറം ലോകം പോകും. അതിന്റെ 1000 ഇരട്ടി അങ്കടി മുഖറിൽ ചലനമുണ്ടാകും. നോക്കിക്കോ നിങ്ങൾ, അങ്കടി മുഖറിൽ ചലനമുണ്ടാകും. ഇവൻ എന്താ പറയുന്നത്? മൊയ്തീൻ മാലിക് ജീവിതത്തിൽ കണ്ടിട്ടില്ല ഒരൊറ്റ സഹാബിയും ഒരൊറ്റ താബിയും. ഇവർ പറയുന്നതറിയോ? മൊഴിയൊന്നും കളയാതെ പിളയാതെ ചൊന്നോർക്ക് മണിമേടൻ സ്വർഗത്തിൽ ന്യായം കൊടുക്കുന്ന വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസമല്ലാതെ മൊയ്തീൻ മാലിക് ചെല്ലിയാ സ്വർഗം കിട്ടും. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, ഇത് ചെല്ലാത്ത അബൂബക്കർ സിദ്ദീഖിന്റെ കാര്യം കഷ്ട, ഇത് ചെല്ലാത്ത ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാര്യം കഷ്ട. എത്ര ഭയാനകരമായ വൃത്തികെട്ടൊരാശയത്തെയാണ് സമസ്ത ലോകത്തിന്റെ മുമ്പിൽ പ്രകാശിപ്പിക്കുന്നത്.